ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. വയനാട് എടക്കാട് കടുവ വീണ്ടും എത്തി പശുവിന്റെ ജഡാവശിഷ്ടങ്ങൾ തിന്നു. ഇന്ന് 3:47 ഭക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് അനഘ റീജ ഭരതൻ ചേരുന്നുണ്ട്. അനഘ, വീണ്ടും വയനാട്ടിൽ എടക്കാടിൽ കടുവ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരം? ഇന്ന് വൈകിട്ട് 3:47 കൂടിയായിരുന്നു സംഭവം. ഇന്നലെ ഈ പ്രദേശത്തെ എടക്കാട് പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. കടുവ ഈ പ്രദേശത്തെ ഒരു കർഷകനായ വർഗീസിന്റെ 3 വയസ്സ് പ്രായമുള്ള കറവ പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഈ പശുവിന്റെ ജഡം തന്നെയാണ് ഇപ്പോൾ കടുവ ഭക്ഷിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. ഏതായാലും സംഭവ സ്ഥലത്തേക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം തന്നെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്നലെ തന്നെ ഈ പ്രദേശം കനത്ത കടുവ ഭീഷണിയിലായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കാണ് ആദ്യമായി ഈ കടുവയെ ഒരു പ്രദേശവാസിയെ കർഷകൻ കണ്ടെത്തിയത്. പിന്നീട് വൈകിട്ടോടു കൂടി തന്നെ വർഗീസിന്റെ പശുവിനെ തോട്ടത്തിൽ ഭക്ഷണം കഴിക്കാനായി കെട്ടിയിട്ട പശുവിനെ അഴിക്കാൻ ചെന്നപ്പോഴാണ് ഈ വർഗീസിന്റെ പശുവിനെ കടുവ ആക്രമിക്കുന്നത് വർഗീസ് കണ്ടത്. തുടർന്ന് ശബ്ദമുണ്ടാക്കുകയും കടുവ ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇന്ന് വീണ്ടും സംഭവ സ്ഥലത്തെത്തി കടുവ പശുവിന്റെ ജഡം ഭക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും എടക്കാട് പ്രദേശം കടുത്ത കടുവാ ഭീതിയിൽ തന്നെയാണ്. അതായത് വീണ്ടും എടക്കാട് കടുവാ ഭീതിയിലാകുമ്പോൾ ഏത് രീതിയിലാണ് വനംവകുപ്പിന്റെ അടക്കം നടപടികൾ? വനംവകുപ്പ് പ്രദേശത്ത് കൂടുവെക്കാനുള്ള ശ്രമങ്ങൾ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഈ കടുവ ഭക്ഷിച്ച ഈ പശുവിന്റെ ജഡം അവിടെ തന്നെ അവശേഷിപ്പിക്കാനുള്ള ഒരു തീരുമാനമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കടുവ വീണ്ടും ഈ പശുവിന്റെ ജഡാവശിഷ്ടം കഴിക്കുവാൻ വേണ്ടി വരും എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് ഇന്നലെ ഈ പശുവിന്റെ ജഡം മറവ് ചെയ്യാതെ ഇരുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത്. അതായത് ഈ കടുവ ഈ എടക്കാട് പ്രദേശം വിട്ടു പോയിട്ടില്ല, വീണ്ടും തിരിച്ചു വരും എന്നുള്ള ഒരു ഊഹത്തിൽ തന്നെയാണ് ഈ പശുവിന്റെ ജഡം പിന്നീട് സംസ്കരിക്കാതിരുന്നത്. ഏതായാലും പ്രദേശത്ത് ഇപ്പോൾ ഈ വനംവകുപ്പിന്റെ കൂടുതൽ ആളുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കടുവയെ കെണിവെച്ച് പിടിക്കുവാനുള്ള ഒരു സാഹചര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കടുവയെ കെണിവെച്ച് ഉടൻ തന്നെ പിടിക്കും എന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ഏതായാലും പ്രദേശവാസികൾ ഒന്നാകെ തന്നെ ഈ കടുവാ ഭീതിയിൽ തന്നെയാണ്. അനഘ, അതായത് ഈ വയനാട് മേഖലയിൽ ഫെൻസിംഗിലടക്കം AI സാങ്കേതിക വിദ്യ അടക്കം നിലവിൽ വന്നു എന്ന വാർത്തകളൊക്കെ നമ്മൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിലുള്ള എന്തെങ്കിലും നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായും നയന സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് മലയാളം അടക്കം റിപ്പോർട്ട് ചെയ്തത്. ഈ പുൽപ്പള്ളി മേഖലയിൽ AI ഫെൻസിംഗ് അടക്കം എത്തിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് വനംവകുപ്പ് നിലവിൽ ഇപ്പോൾ പ്രായോഗികമാക്കുന്നത്. ഈ പദ്ധതി വിജയിക്കുകയാണെങ്കിൽ അതായത് ആനയുടെ സാന്നിധ്യം കാട്ടാനയുടെ ശല്യങ്ങൾ കുറയ്ക്കാനാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു വനംവകുപ്പ്. ഏതായാലും നിലവിൽ ഇപ്പോൾ കടുവയുടെ സാന്നിധ്യമാണ്. അതായത് കടുവയ്ക്ക് ഈ ഫെൻസിംഗ് എന്ന് പറയുന്നത് നമ്മൾ കാട്ടാനകൾ വരുന്നതിനായുള്ള ഒരു മുൻകരുതലാണ് ഈ ഫെൻസിംഗ് എന്ന് പറയുന്നത്. ഏതായാലും കടുവയ്ക്ക് ഇത്തരത്തിലുള്ള ഫെൻസിങ്ങുകളൊന്നും തന്നെ കടുവയെ പ്രതിരോധിക്കാനുള്ള മാർഗമല്ല നിലവിൽ ഫെൻസിങ് ഉപയോഗിക്കുന്നത്. ഏതായാലും വയനാടിനെ നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. നൂൽപ്പുഴയിൽ കഴിഞ്ഞ ദിവസം കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. മേപ്പാടിയിൽ പുലർച്ചെ 2:30 തന്നെ ഒരു പ്രദേശവാസിയുടെ വീടിന്റെ വയനാട് എടക്കാട് വീണ്ടും കടുവ എത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പശുവിന്റെ ജഡാവശിഷ്ടങ്ങൾ തിന്നു. ഇന്ന് 3:47 കടുവയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. വിവരങ്ങളാണ് അനഘ നൽകിയത്.